അപ്പോൾ ഇത് എവിടെയാണെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. യെസ്, വെൽക്കം ടു അഗുംബെ പാർട്ട് 2. വി ആർ ഹെഡിങ് ഫോർ കാവൽദുർഗ. കുറച്ച് അട്ടകളെ പെറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുന്നത്തെ സീരീസിൽ എല്ലാവർക്കും അറിയാം. അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സൺസെറ്റ് പോയിന്റിലേക്ക് ആദ്യം വെച്ച് പിടിച്ചു. മല്യ റെസിഡൻസിൻ്റെ അടുത്തായിട്ടൊരു പോയിൻ്റാണ്. അവിടെ നിന്നൊരു സെൽഫിയൊക്കെ കീച്ചി ഞങ്ങൾ നേരെ തിരിച്ചു. എവിടേക്കെന്നല്ലേ, കാവൽദുർഗ ഫോർട്ട്. നല്ല അടിപൊളി ഫോർട്ടാണ്. സൂപ്പർ പ്ലേസ്. കേരളത്തിൻ്റെ ഒരു പഴയ ഗ്രാമീണ ലുക്ക്. വേറെ നല്ല പിക്കിന് പറ്റിയൊരു സ്ഥലാട്ടോ. സൂപ്പർ പ്ലേസ്. പരന്ന പാടങ്ങനെ കിടക്കുക. കാടിൻ്റെ നടുവിൽ കുറച്ച് പാടം. വലിയ തിരക്കൊന്നും കാണാമല്ലോ അല്ലേ? ആ, പക്ഷെ നന്നായി കണക്കിന്. അങ്ങനെ കുറച്ചിങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കല്ലൊക്കെട്ട പടവ് കൂടെ നടന്ന് കാവൽദുർഗ ഫോർട്ടിലെത്തി. 1582 മുതൽ 1929 ഇടയിലാണ് ഇത് പണി കഴിപ്പിച്ചത്. ഹനുമാൻ്റെ ഒക്കെ വിഗ്രഹം കൊത്തിവെച്ചതിൻ്റെ എൻട്രൻസ് ആയിരുന്നു ആദ്യം. അങ്ങനെ കയറി കുറേ എൻട്രൻസുകൾ വരുന്നുണ്ട്, ഓരോ ആർച്ച് പോലെ. ഒരു ഫോർട്ട് റെമിനിസൻസ് ആണ്, പൊട്ടിപ്പൊളിഞ്ഞ ഫോർട്ടുകളാണ് കുറേയൊക്കെ. ഏകദേശം 5 കിലോമീറ്റർ ട്രക്കിംഗ് വരും കാവൽദുർഗ ഫോർട്ടിൻ്റെ സമ്മിറ്റിലേക്ക് എത്താൻ. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര എംപയറിൻ്റെ സഹായത്തോടു കൂടി നിർമ്മിച്ചതാണ്. ഈ ഫോർട്ടിന് ഭുവനഗിരി എന്നും പേരുണ്ട്. പാലസ്, പിന്നെ അതേപോലെ കുറേ ഗാർഡ് റൂംസ്, പോൺസ് ഒക്കെ ഉണ്ട് ഇവിടെ. പണ്ടത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടതാണ്. ഒരു 4 മണിക്കൂറിൻ്റെ അടുത്തെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുണ്ടാവും. വൈകിട്ട് 5 മണിയാകുമ്പോഴത്തേക്കും അടയ്ക്കും. ഒരു 3 മണിക്കെങ്കിലും ഇവിടെ എത്തിപ്പെട്ടാൽ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടുന്നാണ് ഫുള്ള് വ്യൂ കിട്ടുക കേട്ടോ. ഫുൾ വ്യൂ ഉണ്ടല്ലോ, അത് ഇവിടുന്നാണ്. മേലെ കയറിയല്ല. ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ബസ്സും കാര്യങ്ങളൊന്നുമില്ല. തീർത്ഥഹള്ളിയാണ് ഏറ്റവും അടുത്ത ടൗണ്. അവിടുന്ന് ടാക്സിയോ അല്ലെങ്കിൽ ഓട്ടോ വല്ലതും വിളിച്ച് വരേണ്ടി വരും. അതന്നെ സംഭവം. ഇതാണ് നമ്മൾ കണ്ട സ്ഥലം. ആഹാ, ദിസ് ഈസ് ദ പ്ലേസ്, ദ ലാൻഡ്മാർക്ക് പോണ്ട് ഓഫ് കാവൽദുർഗ. ഇതാണ് ആ ടോപ്പിലുള്ള ഏറ്റവും തെളിഞ്ഞ ജലാശയം. ഇപ്പോഴും നല്ല ക്ലീൻ ഫ്രഷ് വാട്ടർ അവൈലബിൾ ആണ്. ഇനി കാവൽദുർഗ ഫോർട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് പോകാൻ പ്ലാനിട്ടു. തീർത്ഥഹള്ളിയിലേക്ക് തന്നെ പോവുകയാണ്. തീർത്ഥഹള്ളിയിൽ നിന്ന് ബൈ ബസ് ഞങ്ങൾ നേരെ സാഗരയിലേക്ക് പിടിക്കും.